പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ ഈ അൾത്താരയിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യ കാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യവാനായ ഈശോയെ, ഈ തിരുമണിക്കൂറിൽ നിന്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്റെ മുമ്പിലായിരിക്കുവാന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുവദിച്ചു. ഈശോയെ, നീ ഞങ്ങളോട് കാണിച്ച നിന്റെ അനന്ത കാരുണ്യത്തെയോർ നന്ദി പറയുന്നു. 3 മണി സമയം മനുഷ്യവംശത്തിൻ്റെ മേൽ നന്മ തിന്മയുടെ മേൽ വിജയം വരിച്ച സമയമാണ്. മനുഷ്യവംശത്തിൻ്റെ മേൽ നിന്റെ വലിയ കരുണ ചൊരിഞ്ഞ സമയം. നിന്റെ കരുണയിൽ പൂർണ്ണമായ ആശ്രയം വെച്ചുകൊണ്ട് ഞങ്ങളതിൻ്റെ പൂർണ്ണമായി നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവ ആശ്രയം വയ്ക്കുവാൻ നീ മാത്രമേ ഉള്ളൂ. ഒരു വലിയ ബോധ്യത്തോടെ കർത്താവേ അങ്ങിൽ ശരണപ്പെട്ടുകൊണ്ട് ഈ 1 മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ കരുണയെക്കുറിച്ചും അത് നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം നമുക്ക് അനുഭവേദ്യമാകാമെന്ന് ധ്യാനിക്കുന്ന സമയങ്ങളാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 30-31 തിരുവചനം എപ്രകാരം പറയുന്നു: യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ ജീവിതം, അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ നേട്ടത്തെക്കുറിച്ചാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു വയ്ക്കുക. ഇത് വേറെയൊന്നുമല്ല, അവരുടെ ജീവിതത്തിൽ അവർക്ക് ചിലപ്പോൾ വീഴ്ചകൾ സംഭവിക്കാം, അവർക്ക് സഹനങ്ങളുണ്ടാകാം, വേദനകളുണ്ടാകാം, നൊമ്പരങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങുന്നവരുടെ ജീവിതം അവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാലും തളരുകയുമില്ല. ഒരു വലിയ എനർജി അവരുടെ ജീവിതത്തിലേക്ക് ലഭിക്കും. ജീവിത സാഹചര്യങ്ങളെ നോക്കി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരിയേറെ ആളുകളെ കാണാൻ പറ്റും. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ്റെ മുമ്പിൽ ദൈവത്തെ മുൻപിൽ കണ്ടുകൊണ്ട് അവൻ മുന്നോട്ട് പോകുമ്പോൾ അവൻ്റെ മുമ്പിലുള്ള ഒരു തടസ്സങ്ങളും അവനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതല്ല. ഒരു സഹനത്തിന് പോലും ദൈവത്തിൽ നിന്ന് അകറ്റാൻ പറ്റത്തില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ കുറിച്ച് വചനം പറയുന്നത് വൻ ഭാഗ്യവാനാണ്, അവൻ ആട്ടുതീരത്ത് നട്ടുന്ന വൃക്ഷം പോലെയാണ്, എല്ലാ സീസണിലും അത് ഫലം പുറപ്പെടുവിക്കും. അപ്രകാരം ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ്റെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളുണ്ടാകും. പ്രിയപ്പെട്ടവരെ, കരുണയുടെ തിരുമണിക്കൂറിൽ ഈശോ ദൈവകരുണയെക്കുറിച്ച് വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ കൂടുതലായിട്ടും പറഞ്ഞ കാര്യം, കർത്താവിൻ്റെ കരുണയിൽ നമ്മൾ ഓരോരുത്തരും ആശ്രയിക്കണം. കർത്താവിൻ്റെ 2ാം വരവിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ എപ്രകാരമാണ് നമ്മൾ 2ാമത്തെ വരവിനായിട്ട് ഒരുങ്ങുന്നത്? അത് ദൈവത്തിൻ്റെ കരുണയിൽ നമ്മൾ ആശ്രയം വെച്ചുകൊണ്ടാണ്. ഇന്ന് പലപ്പോഴും ഈ ഒരു വലിയ ഒരു ആശ്രയബോധം, ദൈവത്തിൽ ആശ്രയിക്കുന്നതും ദൈവത്തിൻ്റെ നന്മയിൽ ആശ്രയിക്കുന്നതൊക്കെ കുറയുകയാണ്. പലപ്പോഴും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചില സ്വാർത്ഥമായ ചില കാര്യങ്ങൾ നേടിയെടുക്കാനോ അല്ലെങ്കിൽ ഭൗതികമായ ചില കാര്യങ്ങൾ നേടിയെടുക്കാനോ വേണ്ടിയാണ്. അത് കിട്ടാതെ വരുമ്പോൾ
പലപ്പോഴും ദൈവത്തെ ഉപേക്ഷിച്ച് വിശ്വാസം ഉപേക്ഷിച്ച് പോകുന്ന ഒത്തിരിയേറെ ആളുകളെ കാണാറുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ച കാര്യം നമുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെയും വിശ്വാസവും ഒക്കെ ഉപേക്ഷിച്ച് പോകുന്ന ഒത്തിരിയേറെ ആളുകളെ കാണാൻ പറ്റും. വചനം കൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിൽ അവർക്കതൊരു വലിയ എനർജിയാണ്. കൂടുതൽ ശക്തിയോടെ ജീവിത സാഹചര്യങ്ങളെ നേരിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു വലിയ കൃപ അവർക്ക് ലഭിക്കും. ഇതുപോലെയുള്ള 3 യുവാക്കന്മാരെ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന 3 യുവാക്കന്മാരെ കാണുന്നുണ്ട്. നെബൂഖദ്നേസർ രാജാവിൻ്റെ ആ ഒരു രാജ്യഭരണത്തിൻ്റെ സമയത്ത് 3 യഹൂദ യുവാക്കന്മാർ, ശദ്രാഖ്, മെഷാഖ്, അബേദ്നെഗോ, 3 പേരുടെയും ജീവിതത്തിൽ അവർ സത്യദൈവമായ യഹോവയെ ആരാധിച്ചു കൊണ്ടിരുന്നവരാണ്. രാജാവ് ഒരു വലിയ ഒരു സ്തൂപമുണ്ടാക്കി, രാജാവിൻ്റെ പ്രതിമയുണ്ടാക്കിയിട്ട് അതിനെ ആരാധിക്കുവാനായി കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ഈ 3 പേര് ഒരു വലിയ തീരുമാനമെടുത്തു. നീ രാജാവിനെ ഞങ്ങൾ അനുസരിക്കത്തില്ല, രാജാവിനെ അനുസരിക്കും, പക്ഷെ രാജാവിനെ ആരാധിക്കത്തില്ല, രാജാവിൻ്റെ ഈ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഈ പ്രതിമയെ ആരാധിക്കത്തില്ല, ഞങ്ങൾ ആരാധിക്കുന്നത് സത്യദൈവത്തെ മാത്രമാണ്, സത്യദൈവത്തെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ. അങ്ങനെ ഒരു ഉറച്ച തീരുമാനമെടുത്തു. രാജാവിൻ്റെ മന്ത്രിമാരൊക്കെ ഒത്തിരിയേറെ കോപാകുലരായി ഇവരുടെ പ്രവൃത്തി കണ്ടിട്ട്. കാരണം രാജകൽപ്പനയാണ്, പക്ഷേ രാജകൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് അവർ തീരുമാനമെടുത്തു, ഞങ്ങൾ സത്യദൈവമായ യഹോവയെ മാത്രമേ ആരാധിക്കത്തുള്ളൂ. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങളെ ഈ എരിയുന്ന തീയിലേക്ക് ഞങ്ങൾ എറിഞ്ഞു കൊല്ലും, അതിനല്ലെങ്കിൽ നീ ഈ പ്രതിമയെ നീ ആരാധിക്കണം. ഒരു പറഞ്ഞു പറ്റത്തില്ല. ഒരു പറയുന്ന കാര്യം പിന്നീട് രാജാവിൻ്റെ മുഖത്ത് നോക്കി വളരെ ധീരതയോടെ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. അവർ ധീരമായിട്ട് പറയുന്നൊരു കാര്യമാണ്. അതായത് രാജാവിൻ്റെ മുഖത്ത് നോക്കി രാജാവ് പറയുന്ന കാര്യമാണ് അവരോട്, രാജാവ് ഉണ്ടാക്കിയ ആ പ്രതിമയെ ആരാധിക്കും. പക്ഷെ അവർ പറയുന്നില്ല, നീ തീച്ചൂളയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ തീച്ചൂളയിൽ നിന്നും രക്ഷിക്കാൻ കഴിവുള്ളവനായ ദൈവമാണ്, ആ ദൈവത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എത്ര ശക്തമായ ഒരു തീരുമാനം. വീണ്ടും അവർ പറയുന്ന കാര്യം ഇതാണ്, ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക, അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണ്ണബിംബത്തെയോ ആരാധിക്കുകയില്ല. അതായത് ഞങ്ങൾ ഈ എരുതിയിൽ വീണ് നശിച്ചു പോയാലും നിന്റെ ദൈവം നീ ഉണ്ടാക്കിയ സ്വർണ്ണബിംബത്തെ ഞങ്ങൾ ആരാധിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമുള്ള ഒരാഴമായ ഒരാശ്രയബോധം ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ശക്തിക്കും നമ്മളെ തകർക്കാൻ പറ്റത്തില്ല, ഒരു ശക്തിക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. നക്കിത്തുടയ്ക്കാൻ നിൽക്കുന്ന ആ വലിയ തീജ്വാലകൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് രാജാവിനോട് അവർ പറയുകയാണ്, ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ദൈവം ഈ ഒരു വലിയ അഗ്നി പരീക്ഷയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കും, ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിലും ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കും. അത്രമാത്രം ആഴമായ വിശ്വാസത്തോടെ ആ ഒരു ദൈവത്തെക്കുറിച്ച് അവർ രാജാവിൻ്റെ മുമ്പിൽ ഏറ്റുപറയുകയാണ്. ഇത് മാത്രമല്ല, വീണ്ടും അവർ തീയിലേക്ക് എറിയുമ്പോഴും അവർ വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ച് പാടി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാൻ പറ്റും. സർവ്വ സൃഷ്ടിജാലങ്ങളോടും ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്ന 3 യുവാക്കന്മാരെ കാണും. രാജാവിന് വലിയ അത്ഭുതമായി. രാജാവ് നോക്കുമ്പോൾ അവരെ തീയിലേക്ക് എറിഞ്ഞിട്ട് അവർക്കൊന്നും പറ്റിയില്ല. അവരുടെ തലമുടിനാരിന് പോലും ഒട്ടും പൊള്ളലേറ്റിട്ടില്ല. വസ്ത്രങ്ങളെല്ലാം അതുപോലെ, ഒരു കുഴപ്പവുമില്ല. രാജാവ് സത്യദൈവത്തിലേക്ക് ആ ഒരു വലിയ വിശ്വാസത്തിലേക്ക് കടന്നു വന്നുവെന്ന് വചനം പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമുള്ള ആഴമായ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചെറിയ പ്രശ്നങ്ങളൊന്നുമല്ല, അതിനെയൊക്കെ നേരിടാൻ വേണ്ടിയുള്ള വലിയൊരു കരുത്ത് നമുക്ക് ലഭിക്കും. അതുതന്നെയാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാമത്തെ തിരുവചനം പറയുന്നത്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. പ്രിയപ്പെട്ടവരെ, ആ ഒരു വലിയ ബോധ്യത്തോടെ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കാം. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ആ വലിയ സൗഭാഗ്യം,
അത് നേടിത്തരുവാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ഒരുക്കി വച്ചിരിക്കുന്ന അക്ഷയവും ഒളിമങ്ങാത്തതും മാറ്റമില്ലാത്തതും മായാത്തതുമായ വലിയ സൗഭാഗ്യത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയാണ്. ആ ഒരു വലിയ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ദൈവം നമ്മളെ ക്ഷണിക്കണം കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈശോയെ, ആഴമായ ബോധ്യത്തോടെ നിന്നിൽ ആശ്രയിക്കുവാനായിട്ടുള്ള വലിയ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കും. ലോകത്തിലുള്ള സകലരെയും കഠിന പാപികളെയും അവരുടെ മാനസാന്തരത്തിന് വേണ്ടിയൊക്കെ നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. അവരെല്ലാവരും ഈശോയുടെ സ്നേഹം മനസ്സിലാക്കണം, ഈശോയുടെ കരുണ മനസ്സിലാക്കണം, കരുണയിൽ ആശ്രയിക്കണം. കാരണം ഈശോയുടെ കരുണയിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്ത വലിയ നിത്യ സൗഭാഗ്യം എല്ലാവർക്കും ലഭിക്കണം. ആഗ്രഹത്തോടെ എല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം, ജീവിത പങ്കാളിയെയും മക്കളെയും എല്ലാം നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളെയും സമർപ്പിക്കും. ഓൺലൈനിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓൺലൈനിലൂടെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങളങ്ങിൽ ആശ്രയിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.